ആ ബസ് മാത്രം വരില്ല കേട്ടോ. ഓഫീസ് പോകുമ്പോൾ ടൈം അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? എവിടെ? ഒരു ടവർ ജംഗ്ഷൻ. എന്നെ മനസ്സിലായില്ലേ? ബസ് ചാടി കയറിയപ്പോ തട്ടിയിട്ട് ഉരുണ്ട് വീണ്. മനസ്സിലായി. ചേഞ്ച് ഇല്ലേ? ചേഞ്ച് ഇല്ലാത്തോണ്ടാ. ഇതുപോലെ 2 രൂപയുടെ ടിക്കറ്റിന് 100ന്റെ നോട്ടും കൊണ്ട് 10 പേര് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ 100 രൂപ നോട്ട് വരുമ്പോ ചില്ലറ ഇല്ലാന്ന് മുറുക്കാൻ കടക്കാരും ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും പറഞ്ഞ സാധാരണക്കാരായ ഞങ്ങൾ എന്ത് ചെയ്യും? ബാക്കി കുറിച്ചിട്ടുണ്ട്. നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ എത്ര പ്രാവശ്യം പറയുന്നു? സമ്മാർദ്ദം കാണിക്കുന്നോ? ഇവൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ സിസ്റ്റർ, വൃത്തികേടെ കാണിക്കും. പോട്ടെ, സാരമില്ലെന്നേ, വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാ. സ്മാർട്ട് ആവല്ലേ? 2-3 ദിവസമായി ഇവന്മാർക്ക് ഈ രോഗം തുടങ്ങിയിട്ട്. രോഗം ഞങ്ങൾക്കല്ല, നിനക്കാ. അല്പക്കൂടെ മാന്യമായിട്ടൊക്കെ പെരുമാറിക്കൂടെ സഹോദര? നീ ആരടാ? ഇവളുടെ ലോക്കൽ ഗാർഡിയനോ? അതെ, ആണെന്ന് തന്നെ വെച്ചോ. നിന്റെയൊക്കെ ധൈര്യം ഒന്ന് കാണട്ടെ. ചോണുണ്ടെങ്കിൽ തൊട്ട് നോക്കണം. ഒന്നുകൂടെ തൊട്ടാൻ എന്തിയോടാ? എന്തിയുടെ കാര്യത്തിന് തൊട്ട് നോക്കണം. തൊട്ട് നോക്കണം. ട്രെയിനിങ് ഇവിടെ അല്ല കാണിക്കുന്നത്, ബസ്സിനകത്ത്. എന്ത് തോന്നിയാസം കാണിക്കപ്പോ അങ്ങനെ സമ്മതിക്കില്ല. പൗരമുള്ള ചെറുപ്പക്കാരുണ്ട്. എനിക്ക് സ്വല്പം ജോലിയുണ്ട്. പഠിച്ചിട്ട് എന്നടാ കണ്ടക്ടറായിട്ടൊക്കെ പറയണം. യാത്ര ചെയ്യാനുള്ള യോഗ്യതല്ല. ഇറങ്ങിപ്പോടാ. അവരിങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ കിട്ടൂടാ. കിട്ടിയാൽ ഞൊട്ടും പോടാ. പിന്നെ നമ്മളെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് എന്നടാ വന്നത്? അതെ, സാറിന്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരുടെ സിമ്പതി ഒന്നും എനിക്ക് ആവശ്യമില്ല. അയ്യോ, സിമ്പതിയുടെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള ബാക്കി കിട്ടിയില്ല. 98 റുപ്പീസ്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണേ. ഓ പാരയായി. എന്താണ് കാണിക്കുന്നത്? ആകെപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്. വണ്ടി റിവേഴ്സ് എടുക്കണോ? കണ്ണും മൂക്കും ഇല്ലാതെ കയറി വരുമ്പോ ആലോചിക്കണം. ഓട്ടോ റിവേഴ്സ് എടുക്കണോ? എന്തോ ലക്കൻ ലഗാനും ഇല്ലാതെ വന്ന് കയറിയതും പോരാ ന്യായം പറയുന്നോ? ഞാൻ വേണേ ഓട്ടോ പുറകിലേക്ക് എടുത്തോളാം. താൻ വലിയ വിട്ടുവീഴ്ചയൊന്നും കാണിക്കണ്ട. സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ. 1 ഇഞ്ച് ഇത് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. അല്ല പിന്നെ വിഷ്ണു, താനാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എടോ, വലിയ വണ്ടികളെ കാണുമ്പോ ചെറിയ വണ്ടികളെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും വിനയത്തോടെയും പെരുമാറണം. അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? വാദിയാണെന്നും പ്രതിയാണെന്നും ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. നീ വന്നേ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അല്ല, നീ എന്താ ഇവിടെ? എനിക്കിവിടെയാ ജോലി. എവിടെ? ഇൻഡോ അറബ് ട്രാവൽസില്. ഓഹോ, അപ്പൊ ആ മുങ്ങി നടക്കുന്ന കൃഷ്ണൻകുട്ടി നീയാണല്ലേ? കൊള്ളാം. ആ, ഞാനും ആ വഴിക്കാ പോകുന്നത്. നീ ആ ഓട്ടോ വിട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ബോംബെയിലാ. ഇപ്പൊ ലീവിലാ. അയ്യോ, സമയമായി. 9:45 ആയുള്ളൂ. അത്രേ ആയുള്ളൂ. പക്ഷെ ഇന്ന് അല്പം നേരത്തെ എത്തണം. അതെ, ഓഫീസിലെ റീജിയണൽ മാനേജറായിട്ട് ഒരു കോന്തം വിദ്യാസുരൻ ചാർജ് എടുത്തിട്ടുണ്ട്. 3-4 ദിവസത്തെ മുങ്ങലിന് ശേഷം ഞാൻ ഇന്നാ ജോയിൻ ചെയ്യാൻ പോണേ. അയാൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒപ്പിട്ട് വെക്കാം. അപ്പൊ എന്റെ ആബ്സെന്റ് ഒക്കെ പ്രസന്റ് ആയി മാറും. പിന്നെ അങ്ങനെ സോപ്പിട്ട് മസ്കടിച്ച് ഞാൻ വലയെ വീഴ്ത്തിക്കോളാം. ഏതായാലും ഞാനും കൂടെ നിന്റെ ഓഫീസിലൊന്ന് വരാം. എന്തിനാ? നിന്റെ ഓഫീസൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എന്നാ വാ, വെൽക്കം. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഭരണമൊക്കെ ഞാനാ നടത്തുന്നത്. ഇത് വാസു, ഞങ്ങളുടെ പ്യൂൺ വാസു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഈ TV സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും എന്നെ വലിയ ബഹുമാനാണ്. നീ ഇരിക്കെ വാസു. ഒരു ചേരങ്ങെടുത്ത്. എന്നാ ഓഫീസിനകത്ത് കയറുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്ക് പറഞ്ഞോളായിരുന്നു നിനക്ക്. സ്റ്റാഫിന്റെ മുന്നിലൊക്കെ എനിക്ക് എന്ത് വില ആയിരുന്നെന്ന് അറിയാമോ? നീ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. ഓഹ്, ആ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, ഇതാണോ കുറച്ച അവസ്ഥ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഈ TV നാടകവും ഒരുമാതിരി അലന്ന സ്പോൺസേഡ് സീരിയലും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം.
അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം എന്റെ കൂടെ ജോലി ചെയ്താൽ മതി. അല്ല, ഒരു കലാകാരന്റെ അന്തർദാഹം. എന്ത് അന്തർദാഹം? അത് നല്ല പൈപ്പോളം കുടിച്ചാൽ മാറിക്കോളും. ടിവിയിൽ അഭിനയം വേണോ ഓഫീസ് ജോലി വേണോ എന്ന് ഇന്ന് തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അഭിനയം വേണ്ട, ജോലി മതി. പിന്നെ പുറത്ത് വെച്ച് നീ എന്നോട് കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒന്നും ഓഫീസിൽ വെച്ച് കാണിക്കരുത്. അവിടെ നീ ക്ലർക്കും ഞാൻ ബോസുമാണ്. മതി മതി, ഇനി കുറച്ചു നേരത്തേക്ക് നിന്റെ ഈ സ്റ്റഡി ക്ലാസ് ഒന്ന് നിർത്ത്. പിന്നെ എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങള്? എങ്ങനെയുണ്ട് നിന്റെ ഇവിടുത്തെ താമസമൊക്കെ? കുഴപ്പമില്ല. എന്നാലും ഇത്രയും വലിയ വീട്ടില് ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താ പ്രേതം വരും? അതിപ്പോ നീയുള്ളടത്ത് പ്രേതം വരുമോ? ആ. പിന്നെ വിഷ്ണു, ഇന്നലെ ദയാനന്ദ സാർ എന്നോട് ചോദിക്കുക, കൽക്കട്ടയില് നമ്മൾ ഒരു വീട്ടില് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കഴിഞ്ഞതുപോലെ ഇവിടെയും ഒരുമിച്ച് താമസിച്ചൂടെ എന്ന്. അതെയോ? അതിന് ഞാനാണ് റീജിയണൽ മാനേജർ എന്ന് നിനക്ക് ഇന്നല്ലേ മനസ്സിലായത്? പറഞ്ഞ അതും ശരിയാണല്ലോ. ഇനി ഞാൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മതി മതി മതി, എടാ കിടന്നുരുളാതെ. കൽക്കട്ടയിൽ താമസിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ കഴിഞ്ഞോളാമെങ്കിൽ ഇവിടെയും താമസിച്ചോ. മനസ്സിലായില്ല. എന്റെ ഒരു പേഴ്സണൽ കുക്കും കൂടിയായിട്ട്. ആ, ആ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഏതായാലും പാചകത്തിന്റെ കാര്യത്തിൽ നീ ആളൊരു കൊച്ചുമെടുക്കനാ. ഇന്ന് തന്നെ ഇങ്ങോട്ട് താമസം മാറ്റിക്കോ.